ലോകത്ത് വലിയ മഹാനായ മുഹദ്ദിസായ വലിയ മഹാനാണ് ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളിൽ നിന്നുള്ള റിപ്പോർട്ട് കണ്ടോ. വറുവിയ അൻ അബീ ബക്കർ ഇബ്നു അലി ഖാല കാന ഇബ്നുൽ മുഖരി യഖൂലു കുന്തു അന വത്തബറാനി വഅബു ശൈഖ് ബിൽ മദീന. ലോക പ്രശസ്ത പണ്ഡിതന്മാരായ തബറാനി ഇമാമും അബൂബക്കർ ഇബ്നു അലിയും ഇബ്നുൽ മുഖരിയും എല്ലാവരും അതാ അബു ശൈഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഇരിക്കുന്നു. എല്ലാവരും വലിയ ലോക പ്രസിദ്ധ ഹദീസ് പണ്ഡിതന്മാരാണ്. ഫളാഖ ബിനൽ വഖ്തു ഫവാസൽനാ ദാലികൽ യൗം ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ ഹദർതുൽ ഖബ്റ. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കുടിക്കാനും തിന്നാനും ഒന്നും കിട്ടിയില്ല, വല്ലാതെ വിശന്നു പോയി. അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ ഹദർതുൽ ഖബ്റ. ഇശാഇന്റെ സമയമായപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ അങ്ങ് ചെന്നു. വഖുൽതു, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽജൂ, അല്ലാഹുവിന്റെ റസൂലേ വിശക്കുന്ന നബിയേ. അപ്പൊ ലോക പ്രശസ്ത പണ്ഡിതനായ ഹദീസ് പണ്ഡിതനായ ഫഖാല ലിത്തബ്റാനി, ഇമാം തബ്റാനി പറഞ്ഞു, ഇജ്ലിസി, ഇരിക്കൂ. ഫൈമാ അൻ യകൂന റിസ്ഖു അവൽ മൗതു, ഒന്നുകിൽ നമുക്ക് ഭക്ഷണം, റസൂലുള്ളാഹിനോട് നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടുമല്ലേ, മരിക്കും, ഇരിക്കവിടെ. സുബ്ഹാനല്ലാഹ്. ഫഖംതു അന അബു ശൈഖ്, ഞാനും അബു ശൈഖ് റളിയല്ലാഹു അൻഹു കൂടി എഴുന്നേറ്റങ്ങ് ചെന്നു. ഫഹളറൽ ബാബ അലവിയുൻ, അപ്പോഴതാ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അവിടെ വന്ന് നിൽക്കുന്നു. ഫഫതഹനാ ലഹു, ഞങ്ങൾ വാതിലൊന്ന് തുറന്നു കൊടുത്തു. ഫൈദാ മഅഹു ഗുലാമാനി ബിഖഫതൈനി ഫീഹിമാ ശൈഉൻ കസീർ, അദ്ദേഹത്തിന്റെ അടുക്കൽ അത് ഒരുപാട് ഭക്ഷണമുള്ള പൊതി. വഖാല, എന്നിട്ട് ആ കൊണ്ടുവന്ന തങ്ങൾ പറയാണ്, ശകൗതുമൂനി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹിനോട് തൊട്ടടുത്തുള്ള ഞാൻ ഭക്ഷണം തന്നില്ല നാവലാതി പറഞ്ഞോ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഉറക്കിൽ കണ്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടെത്തരണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ സീറു അലാമിൻ നുബലാ. ഓ മൗലവിമാരെ, നിങ്ങൾ എല്ലാ വാദപ്രതിവാദത്തിലും തോറ്റുപോയാൽ പിന്നീട് നിങ്ങളെ വക ഒരു വിശദീകരണം ഉണ്ടാകും. ആ വിശദീകരണത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് ആലുവയിൽ തോറ്റപ്പോഴും ഉദ്ധരിച്ചത് ഈ സീറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിലെ ഹാഫിദുൽ ദഹബിയുടെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ. ആ ഹാഫിദുൽ ദഹബിയുടെ കിതാബ് നോക്കിയാ ഞാൻ വായിച്ചത്. അതാ മഹാനായ ഇമാം തബറാനി, ഇബ്നുൽ മുഖരി, അബു ശൈഖ് തുടങ്ങിയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ റസൂലുള്ളാഹിനോട് പോയിട്ട് ഖബറിങ്കൽ വെച്ച് വിശക്കുന്ന നബിയേ എന്ന് വരെ സഹായം തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഓർഡർ നൽകിയിട്ട് ഭക്ഷണം ലഭിച്ചു. കിതാബിലില്ലേ, കിതാബിലില്ലേ.